ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരക്ഷരം ഇന്ത്യ നിന്റെ ചെവുക്കല്ലടിച്ചാൻ പറയും. ഇത് ബഹളമായി. കാരണം ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ചതിച്ചതിന് ആദ്യം മാപ്പ് പറയണം. ആദ്യം മാപ്പ് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കണം, അഖിലെ നമ്മൾ പെട്ടുപോയി, അഖിൽ തൃക്കാക്കര മത്സരിക്കാൻ പോകുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ സമ്മതിക്കും. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ച ചെവുക്കല്ലടിച്ച് ഞാൻ പറിക്കും. ഇറങ്ങി പോകുന്നു പറഞ്ഞു. ഫെബ്രുവരി 25-ാം തീയതി ഞാൻ സാബു ജേക്കബിനോട് പറഞ്ഞതാണ്, സാർ എനിക്ക് വേണം, തൃക്കാക്കര ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. പാളിയോ? അപ്പൊ പുള്ളി പറഞ്ഞു നമ്മുടെ എ ക്ലാസ് മണ്ഡലം പെരുമ്പാവൂരാണ്, അന്ന് തൃപ്പൂണിത്തറ 2020 കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരാണ്, കുന്നത്തുനാട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത എ ക്ലാസ് മണ്ഡലം. ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് തൃക്കാക്കര ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മറുപടി പറയാം. ഇതിന് മറുപടി എന്തൊരു കഷ്ടമാണ് എന്റെ നാവ്. ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ ഒരു മിനിറ്റ് കളിയാക്കി ചിരിക്കലല്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. ഞാൻ പറയുന്നത് കേൾക്കാനാണെങ്കിൽ ചോദിക്കുക. ഇത് കാണിച്ചല്ലോ, ഇനി ഞാൻ പറയും. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഞാൻ തന്നെ പറഞ്ഞതാണെന്ന്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി എനിക്ക് പലതും പറയേണ്ടി വരും. പക്ഷെ ഇത് സത്യമുണ്ട്. കള്ളം പറയാൻ പറ്റുമോ? അഖിൽമാർ 5 പൈസ ചെലവാക്കിയിട്ടില്ല.
അഖിൽമാരാറിട്ട വസ്ത്രമടക്കം എന്താ? അഖിൽമാരാർ കുടിച്ച ഒരു വെള്ളമടക്കം കള്ളം പറയല്ലേ? നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ അഖിൽമാരാർ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിറ്റേന്നാണ് 5 ലക്ഷം അത് എടുക്കാൻ പറ്റത്തില്ല ഹാഷ്മി. അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ. അഖിൽമാർ 5ന്റെ നയാ പൈസ തൃക്കാക്കറിൽ ചെലവാക്കിയിട്ടില്ല. വല്ലാത്തൊരടിയായിപ്പോയി. എന്നെ മുട്ടും. ഒരുത്തൻ ഡ്രസ് ഇട്ട് തുടങ്ങും, അവരെ ജെട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൻ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്റെ ബാക്കി ഡ്രസ് കാണും നിങ്ങൾ. ചട്ടിയാണ് അതിനകത്ത്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.